ഹലോ, ഞാൻ ജേസൺ ചാക്കോ. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട വളരെ നിങ്ങളൊരു കൊച്ചുകുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും പ്രായം ചെന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിന് വേണ്ട വളരെ വിലയേറിയ ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരാം. വളരെ വിലയേറിയ ഒന്നാണിത്. ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഡിസൈൻ ചെയ്ത ഒരു ജീവിതത്തിൽ വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളുമൊക്കെ വളരെ ഉയർന്ന ഒരു സാധ്യത നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ ഉയരത്തിൽ വളർന്നു പോകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ഇന്ന് നിങ്ങൾ അതിൽ ഏറ്റവും താഴ്ന്ന ഒരു ലെവലിലായിരിക്കും ജീവിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ ഉയരത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സ് വച്ചാൽ വളരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും, വളരാൻ സാധിക്കും. അത് നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുക. എനിക്ക് വളരണം, എനിക്ക് ഉയരണം, എനിക്ക് മെച്ചപ്പെടണം, എനിക്ക് എന്തുമാത്രമായി തീരാൻ കഴിയുമോ അത്രയുമായി തീരണം എല്ലാ നിലയിലും. അത് നിങ്ങൾ മനസ്സിൽ കാണുക, അത് നിങ്ങൾ സ്വപ്നം കാണുക, അത് നിങ്ങൾ ഭാവനയിൽ കാണുക, അത് നിങ്ങൾ വിശ്വസിക്കുക. അതാണ് ഒന്നാമത്തെ പടി. അത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെയായി തീർന്നത്. അപ്പോൾ വിശ്വസിക്കുക എന്നുള്ളത്, അതിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനം, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടാകുക, അതിൽ വിശ്വസിക്കുക, അത് സ്വപ്നം കാണുക, അതിൽ ഉറച്ചിരിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ചെയ്യേണ്ടത്, അതിന് വേണ്ട ചുവടുകൾ ഇന്ന് ഓരോ അവസരത്തിലും അതിന് വേണ്ട ചുവടുകൾ വയ്ക്കുക. അവസരം കിട്ടുമ്പോഴെല്ലാം, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ആരോഗ്യ ദൃഢഗാത്രം ഉണ്ടാകണം, നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ ഓരോ ദിവസവും അയാൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയും നല്ലപോലെ ശരീരത്തിന് വ്യായാമം കൊടുക്കുകയും ചെയ്ത അവസരത്തിലെല്ലാം അയാളെ ശരീരത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴെന്താണ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ഓരോ സമയവും അടുത്തെടുത്തുകൊണ്ട് കൊണ്ടുപോയിരിക്കും, ശരീരം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ അവസരത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന ചുവടുകൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ ഓരോ സമയവും ചെയ്തുകൊണ്ടിരിക്കുക. എന്തു തന്നെ ആയിക്കോട്ടെ, കുറച്ച് പഠിക്കുന്ന കാര്യം, കുറച്ച് ചില വാക്കുകൾ പഠിക്കുക, ശരീരത്തിന് കുറച്ചുകൂടെ എക്സർസൈസ് കൊടുക്കുക, പുതിയ ചില കാര്യങ്ങൾ പഠിക്കുക, മനസ്സിനെ കുറച്ച് പാട്ടാണ് നമ്മുടെ ഉള്ള കഴിവുകൾ, പാട്ട് പാടാനും മറ്റ് കഴിവുകളാണ്, അത് പാടുക, നമ്മുടെ കഴിവുകളെ വളർത്തുക. അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുവാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വിതച്ചാൽ മാത്രമേ നാളെ കൊയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ നല്ലത് വിതച്ചാൽ നാളെ നല്ലത് കൊയ്യും, ചീത്ത വിതച്ചാൽ ചീത്ത കൊയ്യും. അപ്പോൾ നാളെ നിങ്ങൾക്കൊരു നല്ലൊരു കൊയ്ത്തുണ്ടാകണമെങ്കിൽ ഇന്ന് നിങ്ങൾ നല്ലത് വിതയ്ക്കണം. ഇന്ന് നിങ്ങൾ വിതയ്ക്കാൻ തയ്യാറായാലേ നാളെ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ വിതയ്ക്കാനായിട്ട് തുടങ്ങുക. നന്മ വിതയ്ക്കുക, ഏതെങ്കിലുമൊക്കെ നന്മ ചെയ്യുക, പറ്റുന്ന പോലെ എല്ലാ കാര്യത്തിലും. അത് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കഴിവുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകൾ, നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകൾ, നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനെല്ലാം നല്ല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഓരോ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരാൾ നോക്കി പുഞ്ചിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരാളോട് ഒരു ആശ്വാസവാക്ക് പറയാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ദുഃഖിതനെ ആശ്വസിപ്പിക്കാനായിരിക്കും. അങ്ങനെ അവസരം പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും. അവസരം കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഇത് നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനസിക സംതൃപ്തി ഉണ്ടാവും. അതുമാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം കൊയ്ത്ത് നിങ്ങൾക്ക് തേടി വരും. ഇപ്പോൾ സാധാരണ നെല്ലൊക്കെയാണ് വിതച്ച് കഴിഞ്ഞാൽ ഒരു 90 ദിവസം 120 ദിവസം കഴിയുമ്പോഴാണ് കൊയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് വിതച്ച് നാളെ വിതച്ച് നാളത്തെ കഴിഞ്ഞും വിതച്ച് എന്നും വിതയ്ക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4 മാസം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നോ, 120 ദിവസം കഴിയുമ്പോൾ അവൻ എന്നും കൊയ്ത്തായിരിക്കും. ഇന്ന് നിങ്ങളങ്ങനെ സ്ഥിരം നന്മ വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കൊയ്ത്ത് തന്നെയായിരിക്കും, പ്രതിഫലങ്ങൾ തന്നെയായിരിക്കും, വരവ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് വരവ് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ
അത് അപ്പോൾ ഒരാൾ വിതയ്ക്കണമെങ്കിൽ അയാൾ അത് വരാൻ പോകുന്ന കൊയ്ത്ത് കണ്ടുകൊണ്ടാണ് ആദ്യം വിതയ്ക്കുന്നത്. ചിലപ്പോൾ അവൾ വിശന്നുകൊണ്ട് പട്ടിണി വരെ കിടന്നുകൊണ്ടാണ് പഴയ കാലത്ത് കാരണവന്മാർ നെല്ല് വിതച്ചുകൊണ്ടിരുന്നത്. അവർക്ക് കഴിക്കാൻ പോലും ഇല്ലാതെ അവർ വിതച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വിത്തെടുത്ത് കുത്തുകയില്ല. വിത്ത് ഒരിക്കലും വിത്ത് വിതച്ചിൽ ഒരിക്കലും അവർ കൊയ്യാനൊക്കെയില്ലെന്ന് അവർക്കറിയായിരുന്നുകൊണ്ട് വിശന്ന് പോലും അവർ ആ വിത്തെടുത്ത് കഞ്ഞി വെച്ച് കുടിക്കാതെ ആ വിത്ത് വിതയ്ക്കുക ചെയ്ത് നാളെ വലിയൊരു കൊയ്ത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആദ്യം വിതയ്ക്കുമ്പോൾ വിശ്വാസത്തോടെ വിതയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ കൊയ്ത്ത് കാണാൻ സാധിക്കും, കൊയ്ത്ത് അനുഭവിക്കാൻ സാധിക്കും. എപ്പോഴും പിന്നെയും നിങ്ങൾ നിരന്തരം വിതച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം വലിയൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കും. അത് നിങ്ങളെ ഞാൻ വളരെ ശക്തിയായിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വിതച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം നന്മ ധാരാളമായിട്ട് കൊയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിക്കുക. മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് കളയുക. അതൊക്കെ നിങ്ങളെ തന്നെ നശിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിനെ എപ്പോഴും സമാധാനത്തിൽ സൂക്ഷിക്കുക. നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് നിങ്ങളെ തന്നെ അകറ്റുക. അവരെപ്പോഴും നിങ്ങളെ പുറകോട്ട് വലിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരിൽ മാറ്റി നിങ്ങളെ മുന്നോട്ട് തള്ളിവിടുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തെ നിങ്ങൾക്ക് ചുറ്റും നിർത്തുക. അപ്പോൾ നിങ്ങൾക്കും നന്മ ചെയ്യാനായിട്ട് ഉത്സാഹം അവരിൽ നിന്ന് കിട്ടും. പുറകോട്ട് വലിക്കുന്നവരെ കൂടെ നിർത്താതെ, അസൂയാലുക്കളെ കൂടെ നിർത്തരുത് ഒരിക്കലും. മറിച്ച് നിഷ്കളങ്കമായി നമ്മളെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. അങ്ങനെയുള്ളവരുമായി ഒന്നിച്ചു പോവുക. അല്ലാത്തവരിൽ നിന്ന് ഓടി അകലുക. അവരെ ശത്രുക്കളായി കാണണ്ട, പക്ഷേ അവരിൽ സുരക്ഷിതമായ അകലം പാലിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ കഷ്ടതയും ബുദ്ധിമുട്ടും നിറഞ്ഞ ഈ ലോകത്തിൽ തന്നെ നമുക്ക് ജീവിതം സമാധാനം ഉള്ളതിൽ നമുക്ക് പരമാവധി സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള നന്മയ്ക്ക് ഉതകുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.